കാലം മാറിയിട്ടും കോലം മാറാത്ത അന്നും ഇന്നും ഒരേപോലെ നിൽക്കുന്ന ഒരേ ഒരു സാധനമുള്ളത് നിങ്ങളുടെ ഷേവിംഗ് ബ്ലേഡ്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഷേവിംഗ് ബ്ലേഡിന്റെ ഈ ഡിസൈൻ മാത്രം മാറ്റമുണ്ടാകുന്നത്, അല്ലെങ്കിൽ പുതിയ സ്റ്റൈലുള്ള ഷേവിംഗ് ബ്ലേഡ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? 1900 ഗില്ലറ്റ് എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിലൊരു ഡിസൈൻ ബ്ലേഡിന് നൽകിയത്. ഷേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പമായിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഇതിന് വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റിയും വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഏറ്റവും പ്രോപ്പറായി അനങ്ങാതെ ഫിറ്റായിരിക്കുന്ന ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം പല കാലങ്ങളായി എല്ലാവരുടെ സൈഡിൽ ഉണ്ടായിരുന്നു. എന്നാൽ പല ഡിസൈനുകൾ ഉണ്ടായിട്ട് പോലും ഇത്രയും സേഫായും ഇത്രയും കൃത്യതയുള്ള ഒരു ഡിസൈൻ കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല. അപ്പോഴാണ് ഗില്ലറ്റ് ഇത്തരത്തിലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അവതരിപ്പിക്കുന്നത്. ഈ ഡിസൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് റേസറിലും പാകമാകാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനായിരുന്നു. പിന്നീട് ഈ ഡിസൈൻ വന്നതിന് ശേഷം എല്ലാ ഷേവിംഗ് സെറ്റുകാരും ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ബ്ലേഡിനെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് അവരുടെ ഡിസൈൻ മാറ്റുവാനുണ്ടായത്. എന്നാൽ ഇത്രയും കാലം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ മാറ്റമുണ്ടാകുന്നത്, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ബ്ലേഡുകൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇതിലും ബെറ്ററായ ഒരു ഡിസൈൻ കണ്ടെത്താൻ ഇതുവരെയും പലരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതേ ഡിസൈൻ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഇതാണ്.